ബിഗ് ബോസ് ഷോ നിർത്താൻ വേണ്ടി ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യാൻ പോവുകയാണ് അഡ്വക്കേറ്റ് ആദർശ് എന്ന് പറയുന്നയാൾ. സംഭവം 16-ാം എപ്പിസോഡിൽ ഒരു മത്സരാർത്ഥിയെ ശാരീരികമായി മർദ്ദിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല അത് പ്രൊമോട്ട് ചെയ്തു എന്ന ഗുരുതരമായ നിയമലംഘനമാണ്. അതുകൊണ്ട് ആണ് ഈ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നതെന്നാണ് അഡ്വക്കേറ്റ് ആദർശ് പറയുന്നത്. ഇതേക്കുറിച്ച് DGPക്കും ആദർശ് കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. DGP അത് ട്രിവാൻഡ്രം സിറ്റി പോലീസ് കമ്മീഷണറോട് അന്വേഷിക്കുവാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ലാലേട്ടനും ബിഗ് ബോസ് പ്രൊഡ്യൂസേഴ്സായ എൻഡമോൾ ഷൈൻ ഇന്ത്യയ്ക്കും അതുപോലെ ബെഞ്ചമിനും അതുപോലെ ഏഷ്യാനെറ്റ് ചാനലിനുമെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ആക്രമണം നടത്തിയ റോക്കിയെയും ഇതിൽ കേസിൽ കൊടുത്തിരിക്കുകയാണ്. അഡ്വർടൈസ്മെൻറ്റ് കോഡ് വയലേഷൻ, പ്രോഗ്രാം കോഡ് വയലേഷൻ ലംഘിച്ചു എന്നാണ് ആദർശ് പറയുന്നത്. ഈ കാര്യങ്ങൾ കൊണ്ട് ഷോ നിർത്തേണ്ടി വരുമോ? ഇല്ലെന്ന് തന്നെ പറയാം. കാരണം ഈ ഷോയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ കണ്ടസ്റ്റൻസും എഗ്രിമെൻ്റ് സൈൻ ചെയ്യാറുണ്ട്. അതിൽ പറയുന്നുണ്ട് ശാരീരികമായി ആക്രമിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ബിഗ് ബോസ് ഷോ അടിക്കാം എന്ന റൂൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഷോയ്ക്ക് എതിരെ ഇതിൽ യാതൊരു പങ്കും ഇല്ല. എന്നാൽ ഷോയിൽ അടി നടക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാൻ ശ്രദ്ധിക്കാമായിരുന്നു. ഇതിൽ ഏഷ്യാനെറ്റ് ചെയ്ത ഏറ്റവും വലിയ കുറ്റം ഇത് പ്രൊമോ ആക്കി പ്രചരിപ്പിച്ചു എന്നതാണ്. അതിന് ഒരു പക്ഷേ കോടതിയിൽ ഫൈൻ അടയ്ക്കേണ്ടി വരും. എന്നാലും ഷോ നിർത്തലാക്കേണ്ടി വരില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് റോക്കിയെയാണ്. കാരണം റോക്കിയാണ് ഇതിൽ ആക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെ റോക്കിക്കെതിരെ IPC സെക്ഷൻ പ്രകാരം ഗുരുതര കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കേണ്ടി വരും.